സ്കൂളുകളിലെ സൂംബ പരിശീലനവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് തന്നെ പദ്ധതിയിൽ നിന്ന് ഒരടി പിറകോട്ട് പോകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ വ്യക്തമാക്കി. വിവാദത്തിൽ സമസ്ത നിലപാട് മയപ്പെടുത്തി. മെറിറ്റിലും ഗ്രേസ് മാർക്ക് നിർണയത്തിലും സൂംബ നിർബന്ധമാക്കില്ലെന്ന് ഉറപ്പ് നൽകണമെന്ന് SYS സംസ്ഥാന സെക്രട്ടറി നാസർ ഫായിസി കൂടത്തായി ആവശ്യപ്പെട്ടു. എന്നാൽ വർഗീയതയ്ക്ക് തിരികൊളുത്തുന്ന പ്രസ്താവനകളിൽ നിന്ന് മതപണ്ഡിതർ വിട്ടുനിൽക്കണമെന്നാണ് KNMന്റെ പക്ഷം. സ്കൂളുകളിലെ സൂംബ പരിശീലനത്തിൽ മുസ്ലിം സംഘടനകൾ എതിർപ്പ് കടുപ്പിക്കവേ നിലപാട് ആവർത്തിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. പദ്ധതിയിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല. ന്യൂനപക്ഷ അവകാശങ്ങളുടെ പേരിൽ അതിരുകൾ ലംഘിക്കരുതെന്നും മതം പറഞ്ഞ നല്ല പ്രവർത്തികൾക്ക് തടസ്സം നിൽക്കരുതെന്നും ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ മന്ത്രി വി ശിവൻകുട്ടി. ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളോട് ആലോചിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂന്ന്, അത് ഞങ്ങൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കപ്പെടാൻ വേണ്ടി കഴിയില്ലല്ലോ ഒരിക്കലും. എന്തെങ്കിലും ഒരു ന്യായമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉന്നയിക്കാം. പക്ഷേ ഒരു ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനോട് ആജ്ഞാപിക്കാൻ വന്നു കഴിഞ്ഞാൽ ആജ്ഞ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കും. രാഷ്ട്രീയമാണെങ്കിൽ അങ്ങനെ നേരിടും. എന്തിനും വിവാദമുണ്ടാക്കുന്ന രീതി ശരിയല്ല. സ്കൂളുകളിൽ എന്തെല്ലാം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പാണെന്നും മറ്റാരെയും സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സ്പോർട്സ് ആയിരുന്നാലും ആർട്സ് ആയിരുന്നാലും അക്കാഡമിക് ആയിരുന്നാലും എന്ത് സിലബസ് നിശ്ചയിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഇവിടെ NCERT ഉണ്ട്, കേന്ദ്രത്തിൽ സംസ്ഥാനത്ത് SCERT ഉണ്ട്, അതുപോലെ തന്നെ സ്പോർട്സിന് സ്പോർട്സ് അതോറിറ്റി ഉണ്ട്. അതല്ലാതെ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്നാൽ വിഷയത്തിൽ ചർച്ച നടത്തി പ്രശ്നപരിഹാരം കാണണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സർക്കാർ ദുരഭിമാനം വെടിഞ്ഞ് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് രമേശ് ചെന്നിത്തലയും സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും ആവശ്യപ്പെട്ടു. യോഗ സുംബ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ളതാണ്. പക്ഷേ എതിർക്കുന്ന ആളുകളുടെ അഭിപ്രായം കൂടി നമ്മൾ നോക്കണം. എന്താണ് അവർ പറയുന്നത്? വലിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ലല്ലോ ഒരു പരിഷ്കാരം വന്നത്, പെട്ടെന്ന് ഇറങ്ങിയതാണ്. അപ്പം സ്വാഭാവികമായി അവർക്ക് അതിനെക്കുറിച്ച് പല സംശയങ്ങളും ഉണ്ടായി. അത് അവരോട് സംസാരിച്ചാൽ മതി. എന്നാൽ സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കുന്ന സമീപനം മതപണ്ഡിതരിൽ നിന്നുണ്ടാകരുതെന്നും പക്വതയോടെ സംസാരിക്കാൻ പഠിക്കണമെന്നും കേരള നദ്വത്തുൽ മുജാഹിദീൻ. പക്വമായ ഒരു ചർച്ച അല്ലെങ്കിൽ ബോധവൽക്കരണം അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തൽ നടന്നാൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണിത്. അത് സോഷ്യൽ മീഡിയയിലും അതുപോലെ സമൂഹത്തിൽ ഒന്നായി മതത്തെ ഇകഴ്ത്തുന്ന തരത്തിലും അതുപോലെ പുതിയ ധാരണകളെയും ചിന്തകളെയും എല്ലാം പരിഹസിക്കുന്ന വെല്ലുവിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. സ്കൂളുകളിൽ സൂംബ നടപ്പിലാക്കുന്നത് സ്വാഗതം ചെയ്ത ABVP മതസംഘടനകളുടെ അഭിപ്രായത്തിനനുസരിച്ച് വിദ്യാഭ്യാസ മന്ത്രി U-ടേൺ അടിക്കരുതെന്ന് ആവശ്യപ്പെട്ടു. സൂംബയെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുവെന്നും മതവിദ്വേഷം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മതരാജ്യം അല്ലെങ്കിൽ മതസംസ്ഥാനം സ്ഥാപിക്കാനായിട്ടാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത് എന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ തെറ്റെന്ന് പറയാൻ സാധിക്കുമോ? എന്ത് ചെയ്താലും അതിന് മറ്റൊരു അഭിപ്രായം കൊണ്ടുവരിക, അത് ശരിയല്ല. മയക്കുമരുന്ന് ഉപയോഗം തടയാൻ സൂംബ പര്യാപ്തമാണ് എന്നതിന് എന്ത് തെളിവാണുള്ളതെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സക്കാഫി അളമരം ചോദിച്ചു. വിമർശിച്ചവരെ താലിബാനിസ്റ്റുകളാക്കാനാണ് ശ്രമമെന്നും റഹ്മത്തുള്ള സക്കാഫി ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ മതസംഘടനകളുടെ എതിർപ്പ് അവഗണിക്കണമെന്ന് എഴുത്തുകാരൻ മുജീബ് റഹ്മാൻ കിനാലൂർ ആവശ്യപ്പെട്ടു. വിവാദങ്ങൾക്കിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സൂംബ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫ്ലാഷ് മോബിൽ മന്ത്രി വി ശിവൻകുട്ടിയും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.